വെള്ളാങ്കല്ലൂർ വട്ടേക്കാട്ടുകരയിൽ ഗതാഗതയോഗ്യമായ റോഡില്ലാതെ 22ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. അവശരായ രോഗികൾക്ക് ആശുപത്രിയിൽ പോകണമെങ്കിൽ കിലോമീറ്ററുകൾ ചുമന്ന് കൊണ്ടുപോകേണ്ട അവസ്ഥ. അച്ഛനെ ഉപദ്രവിക്കുന്നത് തടഞ്ഞ സഹോദരിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. മാള വൈന്തല തൈക്കുട്ടം സ്വദേശി 21 വയസ്സുള്ള ശ്രീഹരിയെയാണ് അറസ്റ്റ് ചെയ്തത്. ഇന്ത്യയിൽ മാനവികതയുടെ ഐക്യത്തിന് സുപ്രധാന പങ്ക് സംഗീതത്തിന് ഉണ്ടായിട്ടുണ്ടെന്ന് നോവലിസ്റ്റ് ടി കെ ഗംഗാധരൻ. എല്ലാ വിശ്വാസങ്ങൾക്കും അപ്പുറം രാജ്യം നന്മയ്ക്കും മനുഷ്യന്റെ ക്ഷേമത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കാൻ കലകൾ ഏറെ ഊർജം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ വട്ടേക്കാട്ടുകരയിൽ ഗതാഗതയോഗ്യമായ റോഡില്ലാതെ 22ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. 13ഓളം പട്ടികജാതി കുടുംബങ്ങൾ ഉൾപ്പെടെയാണ് വട്ടേക്കാട്ടുകരയിലെ അമ്പാടി റോഡിനെ ആശ്രയിച്ച് കഴിയുന്നത്. അവശരായ രോഗികൾക്ക് ആശുപത്രിയിൽ പോകണമെങ്കിൽ കിലോമീറ്ററുകൾ ചുമന്ന് കൊണ്ടുപോകേണ്ട അവസ്ഥ. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന വെള്ളാങ്കല്ലൂർ വട്ടേക്കാട്ടുകരയിലെ റോഡിന്റെ അവസ്ഥയാണിത്. 1 മീറ്റർ മാത്രം വീതിയുള്ള റോഡിലൂടെ ഓട്ടോറിക്ഷയ്ക്ക് പോലും സഞ്ചരിക്കാനാകില്ല. അസുഖബാധിതരായ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് കിലോമീറ്ററോളം ചുമന്നുകൊണ്ടാണ് വാഹനം എത്തുന്ന റോഡിലേക്ക് എത്തിക്കുന്നത്. സ്ഥലം വിട്ടു നൽകി റോഡ് വീതി കൂട്ടി സഞ്ചാരയോഗ്യമാക്കാൻ പ്രദേശവാസികൾ തയ്യാറാണെങ്കിലും ആഭ്യന്തര തർക്കങ്ങൾ മൂലം നീണ്ടുപോവുകയാണ്. പഞ്ചായത്തോ അധികാരികളോ ഇവരുടെ പ്രശ്നത്തെ മുഖവിലക്കെടുത്തിട്ടില്ല എന്നൊരാക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വികസന മുന്നേറ്റം വായ്ത്താരി മാത്രമായ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ പിന്നാക്ക ജനവിഭാഗത്തിന്റെ അവസ്ഥയ്ക്ക് അടിയന്തര ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട്. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. അച്ഛനെ ഉപദ്രവിക്കുന്നത് തടഞ്ഞ സഹോദരിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. വൈന്തല തൈക്കുട്ടം സ്വദേശി 21 വയസ്സുള്ള ശ്രീഹരിയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന വലിയ പറമ്പിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. മാള വൈന്തല തൈക്കുട്ടം സ്വദേശിനി ഇല്ലിക്കപ്പറമ്പിൽ ശ്രീഹരിതയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. ശ്രീഹരി അച്ഛനെയും അമ്മയെയും സഹോദരി ശ്രീഹരിതയെയും ദേഹോദ്രവം ഏൽപ്പിച്ചതിനെ തുടർന്ന് അമ്മ ഗീത ചാലക്കുടി കോടതിയിൽ നിന്ന് ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ശ്രീഹരി ഉപദ്രവിക്കാതിരിക്കുന്നതിനുള്ള ഉത്തരവ് വാങ്ങിയിരുന്നു. ശ്രീഹരി 2024 മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അച്ഛനെയും അമ്മയെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലും പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലും പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച കേസിലുമടക്കം 3 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. മാള പോലീസ് സ്റ്റേഷൻ എസ് ഐമാരായ ബെന്നി, മുരുകേഷ് കടവത്ത്, വിനോദ് കുമാർ MS, CPO കിരൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. മീഡിയ ടൈം, മാള. ഇന്ത്യയിൽ മാനവികതയുടെ ഐക്യത്തിന് സുപ്രധാന പങ്ക് സംഗീതത്തിനുണ്ടായിട്ടുണ്ടെന്ന് നോവലിസ്റ്റ് ടി കെ ഗംഗാധരൻ അഭിപ്രായപ്പെട്ടു. കേരള മാപ്പിള കലാ അക്കാദമി കൊടുങ്ങല്ലൂർ ചാപ്റ്റർ സംഗമത്തിൽ നൽകിയ ആദരവ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ വിശ്വാസങ്ങൾക്കും അപ്പുറം രാജ്യം നന്മയ്ക്കും മനുഷ്യന്റെ ക്ഷേമത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കാൻ കലകൾ ഏറെ ഊർജം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ ഭാഷയിലും ശൈലിയിലും ഉടലെടുത്ത സംഗീത ശൈലികൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറെ ആവേശം ഉണ്ടാക്കുകയും ഹിന്ദി, മാപ്പിളപ്പാട്ട് അടക്കമുള്ള സംഗീതങ്ങൾ മനുഷ്യന് സന്തോഷവും സമാധാനവും ഐക്യബോധവും ഉണ്ടാകുന്നതിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൊടുങ്ങല്ലൂർ പ്ലാസ മിനി ഹാളിൽ സംഘടിപ്പിച്ച കേരള മാപ്പിള കലാ അക്കാദമി കൊടുങ്ങല്ലൂർ ചാപ്പർ സംഗമത്തിൽ അഡ്വക്കേറ്റ് TP അരുൺ മേനോൻ അധ്യക്ഷത വഹിച്ചു. നോവലിസ്റ്റ് TK ഗംഗാധരൻ, ആർട്ടിസ്റ്റ് കുട്ടി കൊടുങ്ങല്ലൂർ, സിനിമാ നാടക നടൻ പ്രതാപൻ നെല്ലിക്കത്തറ, പഴയകാല ആകാശവാണി ആർട്ടിസ്റ്റ് കൊടുങ്ങല്ലൂർ അബ്ദുൾ റഷീദ്, ഗായകൻ മുസമിൽ കൈപ്പമംഗലം തുടങ്ങിയ കലാകാരന്മാരെ സംഗമത്തിൽ ആദരിച്ചു. കേരള മാപ്പിള കലാ അക്കാദമി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശംസുദ്ദീൻ വാത്തിയടത്ത്, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് PA സീതി, PV രമണൻ, ഉസ്മാൻ കൊടുങ്ങല്ലൂർ, AM അബ്ദുൾ ജബ്ബാർ, K ശ്രീപാർവതി, KA ഇബ്രാഹിം, സൈനുൽ ആബിദീൻ തൃപ്പേക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. പ്രതാപൻ നെല്ലിക്കത്തറ, കൊടുങ്ങല്ലൂർ അബ്ദുൾ റഷീദ്, മുസമ്മിൽ കൈപ്പമംഗലം, റംല ഉസ്മാൻ, റഷീദ് സൂഫ, സഗീർ KK തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. നടന്ന് വരുമ്പോൾ തന്നെ അതൊരു അഭിനയമാണ്. അപ്പം അതേപോലെയുള്ള മഹാരഥന്മാർ ഇന്ത്യയിലും മാത്രമല്ല മലയാളത്തിലും തമിഴിലും എല്ലാ സിനിമാ രംഗത്തും നാടകരംഗത്തൊക്കെ ഒരുപാട് മഹാരഥന്മാരായ മുസ്ലിം സഹോദരന്മാരുണ്ടാവും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.
മാള പഞ്ചായത്തിൽ ഒരാഴ്ചയായി കുടിവെള്ള വിതരണം മുടങ്ങി ജനങ്ങളെ ദുരിതത്തിലാക്കിയ മാള ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP മാള പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്തിന് ഓഫീസിന് മുൻവശം പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. BJP സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ലോചനൻ അമ്പാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സമരം കുടിവെള്ളത്തിന് വേണ്ടിയുള്ള സമരമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ് കുടിവെള്ളം. ആ കുടിവെള്ളത്തിന് വേണ്ടി ഈ പൊരിവെയിലത്ത് ജനങ്ങൾക്ക് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ഈ മാള പഞ്ചായത്തിന് മുന്നിൽ ഒരു സമരം സംഘടിപ്പിക്കേണ്ടി വന്നു. ഇതിപ്പോ ആദ്യമായിട്ടല്ല, ഞാൻ തന്നെ ഇവിടെ പല സമരങ്ങൾക്ക് വേണ്ടി ഈ മാള പഞ്ചായത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോ ഇത് ഇന്ന് തുടങ്ങുന്ന വിഷയമല്ല. നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കുടിവെള്ളത്തിനു വേണ്ടി കേഴുകയാണ്. ഇവിടെ പുതിയ പുതിയ പദ്ധതികളും TN പ്രതാപൻ MLA ആയിരുന്ന കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് അത് പിന്നീട് ജലനിധിയുമായി കൂട്ടിച്ചേർത്ത് ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ റോഡിലൂടെ പോകുമ്പോ കുടിവെള്ള ടാപ്പുകൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു മര്യാദ ഉണ്ടായിരുന്നു, നമുക്ക് കുടിവെള്ളം കിട്ടുമായിരുന്നു. പരിഷ്കൃതമായി ചില പരിപാടികൾ കൊണ്ടുവന്ന് വലിയ പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ജലനിധി പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് ജനങ്ങളിൽ നിന്നും കൃത്യമായും പണം ഈടാക്കി. എന്നാൽ പണം ഈടാക്കുന്നത് മാത്രമേ ഉള്ളൂ. BJP മാള ഏരിയ പ്രസിഡന്റ് അജിത് മേൽവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. BJP അഷ്ടമിച്ചിറ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് NP സുധീർ, സൗത്ത് ജില്ലാ സെക്രട്ടറി വിപിൻ പാറയമേക്കാട്ടിൽ, ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് ജോയ് മാതിരപ്പള്ളി, BJP മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ്, ജില്ലാ ഭാരവാഹികളായ KK അജയകുമാർ, KK രാമു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ CK സജീവൻ, AU സാജു, മോണിറ്റോറിറ്റി മോർച്ച മണ്ഡലം പ്രസിഡന്റ് പ്രിസ്റ്റോ സിൽവൻ എന്നിവർ പങ്കെടുത്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാള ഏരിയ സമ്മേളനം നടന്നു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും, ഈ കേരളം പോലെ പ്രബുദ്ധമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് 1968 വരെ കാത്തിരിക്കേണ്ടി വന്നോ ഒരു മഹിളാ സംഘടന രൂപീകരിക്കാൻ? സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയമാണ്, അതല്ലേ? പക്ഷെ നമ്മളൊന്ന് ഓർക്കണം, നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളമായി രൂപപ്പെടാതിരുന്ന കാലഘട്ടത്തിൽ തിരുവിതാംകൂറെന്നും മലബാറെന്നും കൊച്ചിയെന്നും നമ്മുടെ സംസ്ഥാനത്ത് രാജാധികാരികൾ ഭരണം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തന്നെ ജാതി ജന്മി നാടുവാഴിത്ത വ്യവസ്ഥ അരക്കെട്ടുറപ്പിച്ചിരുന്ന സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടിൽ തന്നെ 1942 നമ്മുടെ കൊച്ചു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ, ആ പ്രത്യയശാസ്ത്രം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ അത് കോഴിക്കോട് വെച്ച് നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. ഏരിയ പ്രസിഡന്റ് സന്ധ്യ നൈസൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി സിന്ധു ജയൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് മഞ്ജുള അരുൺ, CPIM ഏരിയ സെക്രട്ടറി TK സന്തോഷ്, ഗിൽഷ ശിവജി എന്നിവർ സംസാരിച്ചു. മാരാങ്കോട് കുടിൽ കെട്ടി താമസിക്കുന്ന അരേക്കാപ്പ് വീരാൻകുടി ആദിവാസികളുടെ ഭൂമി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച KK രാമചന്ദ്രൻ MLAക്ക് അഭിവാദ്യം അർപ്പിച്ചും രാമചന്ദ്രൻ MLAയുടെ ശ്രദ്ധ ക്ഷണിക്കലിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും സമരസഹായ സമിതിയും ആദിവാസികളും സംയുക്തമായി മാരാങ്കോട് സെന്ററിൽ പന്തം കൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി. ആദിവാസികളെ സഹായിക്കേണ്ട ചാലക്കുടി MLA അതിന് മുൻകൈയെടുക്കാതെ ആദിവാസികൾക്ക് വേണ്ടി സംസാരിച്ച പുതുക്കാട് MLAയെ തടസ്സപ്പെടുത്തി ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സനീഷ് കുമാർ ജോസഫ് നടത്തിയതെന്ന് സമരക്കാർ ആരോപിച്ചു. മാരാങ്കോട് സെന്ററിൽ നടന്ന പൊതുയോഗം EA ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു. ഊരുമുപ്പൻ സാബു അധ്യക്ഷനായി. സമരസമിതി കൺവീനർ KV ടോമി, ആദിവാസി ക്ഷേമസമിതി സംസ്ഥാന കമ്മിറ്റി അംഗം TU തിലകമണി, PC നിഖിൽ, സോമൻ, നരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കൂളിമുട്ടത്ത് വീട്ടിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച 2 പ്രതികളെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. മേത്തല അത്താണി ആശാരിപ്പറമ്പിൽ വീട്ടിൽ ശിവ,
കൂളിമുട്ടം എമ്മാട് പുത്തൻപുരയ്ക്കൽ വീട്ടിൽ സജിത്ത് എന്നിവരെയാണ് പിടികൂടിയത്. കൂളിമുട്ടം കോടൂർ കരിയോടത്ത് ബാബുവിന്റെ വീട്ടിൽ നിന്നുമാണ് ബൈക്ക് മോഷണം പോയത്. ഇന്നലെ രാത്രി എമ്മാട് വെച്ച് നൈറ്റ് പട്രോളിംഗ് വാഹന പരിശോധനയ്ക്കിടയിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പ്രതികളെ ചോദ്യം ചെയ്യുകയും തുടർന്ന് മോഷണം പോയ വാഹനമാണെന്ന് കണ്ടെത്തിയതിനാൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർ TN പ്രദീപൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജമാലുദ്ദീൻ, പ്രബീൻ, സനീഷ്, ഷിജീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു, സൻസിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. തൃശൂർ വെള്ളിക്കുളങ്ങരയിൽ ആദിവാസി യുവാവിനെ കാട്ടാന ആക്രമിച്ചു. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കാടാർ ഉന്നതിയിലെ ആദിവാസി യുവാവിനെയാണ് കാട്ടാന ആക്രമിച്ചത്. കാടാർ വീട്ടിൽ അയ്യപ്പന്റെ മകൻ 30 വയസ്സുള്ള രാജീവനാണ് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. സാരമായി പരിക്കേറ്റ യുവാവിനെ വനപാലകരുടെ ജീപ്പിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ചിന്തുപാട്ട് പാടി ചിരാത് കത്തിച്ച് സംസ്കാര സാഹിതിയുടെ ശബരിമല വിശ്വാസ സംരക്ഷണ പ്രതിഷേധം. സംസ്കാര സാഹിതി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശബരിമല വിശ്വാസ സംരക്ഷണ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. എടമുറ്റം സെന്ററിൽ നടന്ന പ്രതിഷേധ സദസ്സ് DCC ജനറൽ സെക്രട്ടറി ശോഭ സുബീൻ ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പ സേവാ സംഗമം എന്ന പേരിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വിശ്വാസികളെ സംരക്ഷിക്കേണ്ടതിന് പകരം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച് അവിശ്വാസികളെ കൊണ്ടുവന്നതിനുള്ള അയ്യപ്പന്റെ കോപമാണ് പിണറായി വിജയൻ അനുഭവിക്കുന്നത് എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണം. ദ്വാരപാലക ശില്പത്തിന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ശില്പം 4 കിലോ സ്വർണമുണ്ടായത് ഇപ്പോൾ 1 കിലോ പോലും തികച്ചില്ല എന്നാണ് ചെന്നൈയിൽ നിന്ന് തിരിച്ച് ശില്പങ്ങൾ എത്തിയപ്പോൾ പറയുന്നത്. പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുതിയ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. സംസ്കാര സമിതി എക്സിക്യൂട്ടീവ് അംഗം ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ്, INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനയാട്ടിൽ, കരയാവട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KH കബീർ, പഞ്ചായത്ത് അംഗം അജ്മൽ ഷെരീഫ്, വൈശാഖ് വേണുഗോപാൽ, MS ശ്രീജിൽ എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ വിഹിതം സർക്കാർ ഉടൻ അനുവദിക്കുക, മത്സ്യത്തൊഴിലാളി മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് IK വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഇപ്പോൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് വിഷയം. ഡിസംബർ മാസം ആദ്യം നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, അതോടൊപ്പം ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഒരു വികാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ബോധപൂർവം കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾ ഇടതുപക്ഷ വിരുദ്ധ വികാരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PA രാമദാസ് അധ്യക്ഷത വഹിച്ചു. മത്സ്യത്തൊഴിലാളി യൂണിയൻ കൊടുങ്ങല്ലൂർ ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറി KP ഷാജി, KM അലി, PS ഷജിത്ത്, BS ശക്തിധരൻ, MA അനിരുദ്ധൻ, V രമേശൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി നഗരസഭ UDF ദുർഭരണത്തിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ ജനകീയ കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. ടൗൺ ഹാളിന് മുമ്പിൽ സംഘടിപ്പിച്ച സദസ്സ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്കെതിരായ കുറ്റത്തിന്റെ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ ചെയ്ത് ജനങ്ങൾ തന്നെ അവരെ ശിക്ഷിക്കുന്ന നിലയുണ്ടാകും. ആ ജനകീയ കുറ്റവിചാരണയാണ് ഇന്നിവിടെ LDF സംഘടിപ്പിച്ചത്. TP ജോണി അത്യാവശ്യം കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ജനങ്ങളെ കബളിപ്പിക്കാനുള്ളതാണെന്ന് പണ്ടേ കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട്. CPI ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ, TP ജോണി, PV ഷാജൻ, പോളി ഡേവിസ്, VJ ജോജി, CS സുരേഷ്,
CV ജോഫി, ജോസ് പൈനാടത്ത്, ജോർജ് ഐനിക്കൽ, ഉഷ പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി പട്ടികജാതി വികസന വകുപ്പും ചാലക്കുടി എക്സൈസ് റേഞ്ചും സംയുക്തമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ചാലക്കുടി നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണ പരിപാടികളും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ഈ വർഷം അത് നമ്മൾ സംഘടിപ്പിക്കുന്നത് വ്യാപുരം ഐക്യയാണ്. നേരത്തെയും സംഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി നമ്മൾ പ്രത്യേകിച്ച് ഒരു പട്ടികജാതി ഉന്നതി എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ പ്രദേശത്ത് വെച്ച് പല പ്രവർത്തനങ്ങളും മുൻകാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ സംഘടിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ വർഷം നമ്മൾ നമ്മുടെ പുതിയ പട്ടികജാതി ഓഫീസിൽ ചാർജ് എടുത്ത് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു. വിആർപുരം ഗവൺമെന്റ് ITയിൽ നടന്ന യോഗത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജു ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു. ചടങ്ങിൽ സംസ്ഥാന എക്സൈസ് വകുപ്പ് പുറത്തിറക്കിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ മാസിക ലൈബ്രറിയിലേക്ക് നൽകി. ചാലക്കുടി ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ PU ചൈത്ര അധ്യക്ഷത വഹിച്ചു. വിആർപുരം ITA പ്രിൻസിപ്പൽ ബെൻസി ലാൽ, പട്ടികജാതി പ്രൊമോട്ടർ നിവിയ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളാങ്കല്ലൂർ വട്ടേക്കാട്ടുകരയിൽ ഗതാഗതയോഗ്യമായ റോഡില്ലാതെ 22ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. അവശരായ രോഗികൾക്ക് ആശുപത്രിയിൽ പോകണമെങ്കിൽ കിലോമീറ്ററുകൾ ചുമന്ന് കൊണ്ടുപോകേണ്ട അവസ്ഥ. അച്ഛനെ ഉപദ്രവിക്കുന്നത് തടഞ്ഞ സഹോദരിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. മാള വൈന്തല തൈക്കുട്ടം സ്വദേശി 21 വയസ്സുള്ള ശ്രീഹരിയെയാണ് അറസ്റ്റ് ചെയ്തത്. ഇന്ത്യയിൽ മാനവികതയുടെ ഐക്യത്തിന് സുപ്രധാന പങ്ക് സംഗീതത്തിന് ഉണ്ടായിട്ടുണ്ടെന്ന് നോവലിസ്റ്റ് TK ഗംഗാധരൻ. എല്ലാ വിശ്വാസങ്ങൾക്കും അപ്പുറം രാജ്യം നന്മയ്ക്കും മനുഷ്യന്റെ ക്ഷേമത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കാൻ കലകൾ ഏറെ ഊർജം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.